നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആയൂരിൽ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൂപ്പൺ നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആയൂരിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷുക്കൂർ തോട്ടൻകരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി കോടിയേറ്റ് പ്രസാദ് സ്വാഗതം ആശംസിച്ചു. മഞ്ഞപ്പാറ സലീം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വ്യാപാരോത്സവ കൂപ്പണിന്റെ ആദ്യ നറുക്കെടുപ്പ് രവീന്ദ്രനാഥ് നിർവഹിച്ചു. 6 വിജയികളെയാണ് ഇന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ട്രൂത്ത് വിഷൻ ന്യൂസ് ആയൂർ. ചുരുങ്ങിയ സമയം കൊണ്ട് ആയൂർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു സമ്മാനോത്സവം വ്യാപാരി വ്യവസായ ഏകോപന സമിതി നമ്മുടെ പ്രിയങ്കരായ കസ്റ്റമർക്ക് വേണ്ടി നമ്മളിവിടെ ഒരു വ്യാപാരോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് 3 മാസക്കാലത്തേക്കാണ്. അതിന് ആദ്യ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. 6 സമ്മാനങ്ങളാണ് ഇന്നിവിടെ നറുക്കെടുക്കാൻ പോകുന്നത്. നമ്മുടെ വ്യാപാരികളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇന്ന് ഈ വ്യാപാരോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വ്യാപാരോത്സവത്തിന്റെ നറുക്കെടുപ്പിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഇടമലയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ മുൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പി രവീന്ദ്രനാഥ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ വ്യാപാരോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ തകർന്നു കിടക്കുന്ന ആയൂർ യൂണിറ്റിന്റെ ആയൂർ ടൗണിലെ കച്ചവടം ഒന്ന് അഭിവൃദ്ധിപ്പെടുത്താനാണ്. അങ്ങനെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടി ഞാനും പ്രസാദും വിൽസൺ മാത്യുവൊക്കെ മുൻകൈ എടുത്തിട്ട് എക്സിക്യൂട്ടീവ് കൂടി തോമസ് കോശിയൊക്കെ കൂടെ ചേർന്ന് ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചു. അതിനകത്തൊരു തീരുമാനം ഉണ്ടായി. നമുക്ക് ഒരു വ്യാപാരോത്സവം നടത്തിയാൽ കുറേ ജനങ്ങളെ, പൊതുജനങ്ങളെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ആയൂരോട്ട് ആകർഷിക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഇടമലക്കൽ പഞ്ചായത്തിന് നികുതി വരുമാനം ലഭിക്കുന്നത് ഈ പട്ടണത്തിലെ വ്യാപാരികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ, ക്ഷേമ കാര്യങ്ങളിൽ ഈ വ്യാപാരി വ്യവസായ ആയൂർ യൂണിറ്റിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അത് നല്ല നിർലോഭമായി നല്ല മനസ്സോടെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ടാക്സ് പിരിക്കുന്നതിനൊക്കെ പ്രസാദ് കോടിയേറ്റും ഷുക്കൂറൊക്കെ പങ്കുവച്ചിരുന്നതാണ്. അത് പഞ്ചായത്തിൻ്റെ അഭിവൃദ്ധിക്ക് സഹായകരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണം എന്ന നിലയ്ക്ക് ആയൂർ പട്ടണത്തിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ആദ്യ നറുക്ക് ഭീമ ജ്വല്ലറിയിൽ നിന്നുള്ള കസ്റ്റമറാണ്. കസ്റ്റമറുടെ പേര് ഭീമ ജ്വല്ലറിയുടെ വായരുമാണ്. നമ്പർ ആളുടെ പേര് വേണം. സുപ്രഭയാണ് ആക്കൽ ആദ്യം നറുക്കടിച്ചിരിക്കുന്നത്. LED TV പുറത്തേക്ക് LED TV സുപ്രഭ ആക്കൽ 1ാം സമ്മാനം. അടുത്തത് സുപ്രഭ LED TV. പുത്തമ്പറയ്ക്കൽ ഫർണിച്ചർ ബൈജു നൽകുന്ന ദിവാൻ കോട്ടാണ് 2ാം സമ്മാനം. അതിനുവേണ്ടിയുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. 2ാം സമ്മാനം. രണ്ടാം സമ്മാനം അതും ഭീമ ജ്വല്ലറിയാണ് അടിച്ചിരിക്കുന്നത്. സജിനയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. സജിന ദിവാൻകോട്ട്. 2 പ്രൈസും ഭീമയിലാണ്. 3ാം പ്രൈസ് VK എന്റർപ്രൈസസ്. അനീഷ് VK എന്റർപ്രൈസിന് ആളുണ്ടോ? VKM എന്റർപ്രൈസസ് കട 3ാം സമ്മാനം. നറുക്കെടുക്കുന്നു. 4ാം സമ്മാനം ക്യാഷ് വൗച്ചറാണ്. 2500 രൂപയുടെ ക്യാഷ് വൗച്ചർ ശ്രീ അർജുനൻ നറുക്കെടുക്കുന്നു. സൂര്യ സിസ്റ്റം ഇലക്ട്രിക്കൽസിൽ കിരണിന്റെ ബിനുവാണ് ക്യാഷ് വൗച്ചർ 2500 രൂപയുടെ നൽകുന്ന. സൺഡോപ്പ് നൽകുന്ന മൈക്രോ ഓവൻ ആരെടുക്കുന്നു? നമ്മുടെ വിങ്ങിന്റെ കടയിൽ വാങ്ങിച്ചാൽ നറുക്കെടുക്കുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കടയിൽ ബാബു നറുക്കെടുക്കുന്നു. മൈക്രോ ഓവൻ എഴുതണേ മൈക്രോ ഓവൻ. സാരഥി ഹോട്ടൽ മൈക്രോ ഓവൻ. അടുത്തതായി
2500 ക്യാഷ് വൗച്ചറാണ്. നറുക്കെടുക്കുന്നത് നമ്മുടെ രചന മോഹനാണ്. നറുക്കെടുക്കും. 5 അഞ്ചാമത്തെ 5 ഒന്നുകൂടെ. ഇനി ഒരു സീലിംഗ് ഫാൻ. ശ്യാമള ടീച്ചർക്കാണ് അടിച്ചിരിക്കുന്നത്. ഇത് തോട്ടൻകര പ്രോസസ്സോ അടിച്ച് പ്രിയമുള്ളവരെ